താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, കാണാനുള്ളൂ. നിങ്ങൾ കണ്ടു നോക്കൂ ഇവിടുത്തെ അവസ്ഥ. ഇന്ന് കാലത്തെ മുതൽ ഇരുണ്ട് കാലാവസ്ഥയായിരുന്നു, വളരെ വിചിത്രമായ കാലാവസ്ഥയായിരുന്നു, പ്രകൃതി ആകെ ശോഭിതമായിരുന്നു. ആ കാലാവസ്ഥയിലാണ് ഇന്ന് സംഭവിച്ചത്. വളരെ ദുർബലമായ ഈ മഴയുടെ ഐസ് മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ കാണൂ, ശ്രദ്ധിക്കൂ, വീഡിയോ ദൃശ്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. എടുക്കെടുക്കെടുക്ക് കഴിഞ്ഞോ. ജെഫി എന്ന ഇതിനെ കുറിച്ച് മാമിന് എന്താണ് അഭിപ്രായമുള്ളത്? എനിക്കൊന്നും പറയാനില്ല. അടുത്ത മഴ വരുന്നുണ്ട്. കാലാവസ്ഥ ഇപ്പോഴും വളരെ ദുർഘടമായ കാലാവസ്ഥയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. എന്താണ് നടക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാൻ പറ്റുകയില്ല. ഞങ്ങൾ ക്യാബിൽ ഓരോന്നും ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലർക്കും പല അപകടങ്ങളും തരണം ചെയ്ത് കുറെ പേര് രക്ഷപ്പെട്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ എന്റെ ക്യാമറ ഇതാ ഇങ്ങോട്ട് കൈമാറുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാം പോയി. എന്താണ് പോയെന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ആള് ഇവിടെ വന്നിട്ട് 5-6 വർഷം കഴിഞ്ഞു. സമ്പാദിച്ചു വെച്ചതൊക്കെ ആ ക്യാബിനിലായിരുന്നു. ആ ക്യാബിൻ മറഞ്ഞത് കൂടെ വെള്ളത്തിലൂടെ എല്ലാം ഒളിച്ചു പോയ അവസ്ഥയാണ് ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. താങ്കൾ അയാളോട് തന്നെ വ്യക്തമായി ചോദിക്കൂ, എന്താണ് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് താങ്കൾക്ക്? ഒന്നും പറയാനില്ല. ഇത് കത്തിച്ചിരിക്കുക, അത്ര തന്നെ. സൗദിയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ തീരെ പ്രതീക്ഷയില്ലാത്ത ഒരു മഴയായിരുന്നു. ഇന്ന് പ്രഖ്യാപനം പോലുമില്ലാതെ ഇന്ന് ഐസ് മഴയായിരുന്നു ഇന്ന് ഇവിടെ വന്നിരുന്നത്. ആകെ വിചിത്രമായ അവസ്ഥയാണ്. ഇവിടെ താമസ സൗകര്യമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, കുളിക്കുവാൻ അത്യാവശ്യ കാര്യങ്ങൾ, ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ ആകെ ദുർഘടമായ അവസ്ഥയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാസി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പ്രവാസി ജീവിതമല്ല ഈ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ശ്രദ്ധിക്കൂ, പറയൂ. ഈ പൈസ അയച്ചു കൊടുത്ത് സൂഹിക്കുന്ന വീട്ടുകാരോടാണ് എനിക്കൊരു ചോദ്യം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതങ്ങളുടെ അവസ്ഥ. ഈ കാശ് കാണുമ്പോൾ അമ്മേ ശ്രദ്ധിക്കൂ എന്ന് പറയാനാണ് എനിക്ക് കഴിയുന്നത്. ശ്രദ്ധിക്കൂ, ഞങ്ങളുടെ ജീവിത പരിശ്രമമായ അവസ്ഥകൾ നേരിട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഫിനിഷ് ചങ്ക് തുറന്നിട്ടൊന്നും പറയാനില്ല. മാസം 20,000-30,000 വരുമ്പോ തിരിക്കരുത്. 20,000-30,000 വരുമ്പോ തിരിക്കരുത്. ഇതാണ് അവസ്ഥ. ഇത് കണ്ടുപിടിക്കും. എല്ലാ മാസവും ഇത് 20,000-30,000 റിയാൽ വെച്ച് ഇവിടെ നയിച്ചുകൊണ്ട് നാട്ടിൽ സൂഹിക്കുന്ന വീട്ടുകാരോട് എനിക്ക് ഒരേ ഒരു വാക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്ന്, കഷ്ടപ്പാട്, ഈ ദുരിതങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മാസാമാസം പൈസ അയക്കുന്നത്. ആ പൈസ ചെലവാക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, എന്തൊക്കെ ദുരിതങ്ങളിൽ നിന്നും തരണം ചെയ്തിട്ടാണ് അവൻ ഈ പൈസ അയക്കുന്നത്. ആ പൈസ ദുരുപയോഗപ്പെടുത്താതെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, സമ്മതിച്ചിരിക്കുന്നു. ഇത് ഞാനിത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതിന് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിൽ പറയൂ കുട്ടി. ഞാനിപ്പോൾ നല്ല ദുരിതമായ ജോലിയിലാണ്, വളരെ കഠിനമായ ജോലിയിലാണ്. ഇതൊക്കെ കല്യാണം കൊടുത്തോ. ഒരു പ്രവാസിയുടെ ജീവിതം ഇതാണ് എനിക്ക് പറയാനുള്ളത്. പ്രവാസിയുടെ ദീനരോധനം, ജീവിതമല്ല ദീനരോധനം, വീട്ടുകാർക്ക് വേണ്ടിയുള്ള. വീട്ടുകാർ പറയുമ്പോൾ ഒരു കുഴി കുത്തുവാനോ ഒരു വാഴ കുഴിച്ചിടുവാനോ ഒന്നും ചെയ്യാത്ത ഞാൻ ഇന്നിവിടെ വന്നിട്ട് ചെയ്യുന്ന ജോലികൾ നോക്കൂ. ഞാൻ ശരിക്ക് തരാടാ നിനക്ക്.
ആ ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? കട്ട് ചെയ്തിട്ട്